നീ ഇവിടെ കയറി വന്നിരിക്കുന്നു. ബഹളമൊന്നും വെക്കണ്ട. ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല, ഒരു നല്ല കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അത് പറഞ്ഞിട്ട് ഞാൻ ഉടനെ ഒപ്പിക്കൊള്ളാം. എന്റെ അനുജൻ ഗോപിയും തന്റെ മകൾ സിന്ധുവും തമ്മിൽ പണ്ട് മുതൽക്കേ സ്നേഹത്തിലാണ്. അത് തനിക്കറിയാമോ? അസംബന്ധം പറയുന്നു. അസംബന്ധം പറയുകയല്ല, അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോളൂ. അവരുടെ വിവാഹം നടത്തിക്കൊടുക്കാമെന്ന് അന്ന് മുതൽക്കേ അവർക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ്. എന്റെ മകളുടെ വിവാഹം നിശ്ചയിക്കാൻ നീ ആരടാ? മര്യാദയ്ക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ തന്നെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് മുമ്പ് ഈ വിവാഹം നടത്തിക്കൊടുക്കാമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ്. എന്തായാലും ഈ വിവാഹം നടന്നു തന്നെ ആകണം. എന്തു പറയുന്നു? ശരി, രാമുവിന് അതാണ് ഇഷ്ടമെങ്കിൽ. എന്റെ ഇഷ്ടമല്ല, തന്റെ മകളുടെയും എന്റെ അനുജന്റെയും ഇഷ്ടമാണ്. താൻ സമ്മതിച്ചില്ലെങ്കിലും ഈ വിവാഹം ഞാൻ നടത്തും. സമ്മതിച്ചാൽ തനിക്ക് നല്ലത്. എനിക്ക് സമ്മതമാണ്. ഇനി അതിന് മാറ്റമില്ലല്ലോ? ഇല്ല. എങ്കിൽ വേഗത്തിൽ ഒരു നല്ല മുഹൂർത്തം നോക്കിക്കും. എനിക്കിതിൽ പങ്കുകൊള്ളാൻ കഴിയില്ലെന്നറിയാമല്ലോ. അറിയാം. എല്ലാം വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം. വാക്കുമാറരുത്. ഞാൻ പോകുന്നു. സിന്ധു, എടീ, നീയും രാമുവിന്റെ അനിയൻ ഗോപിയും തമ്മിൽ സ്നേഹത്തിലാണോ? എടീ, നിന്നോടാണ് ചോദിച്ചത് സ്നേഹത്തിലാണോ? അതെ. ആവശ്യമില്ലാതെ അവൾ ഉപദ്രവിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണല്ലേ ഇവരുടെ പ്രേമം? എന്റെ കൂലിപ്പണിക്കാരനായിരുന്നവന്റെ അനിയനെ മാത്രമേ നിനക്ക് സ്നേഹിക്കാൻ കിട്ടിയുള്ളൂ, അല്ലടി? കൊന്നുകളെ ഞാൻ. മരിക്കേണ്ടി വന്നാലും ഞാൻ ഗോപി ഉപേക്ഷിക്കില്ല. അത്രയ്ക്ക് തന്നെ പറയുന്നു. പോണേ, നീ അകത്ത് പോ. ഇനി ഇവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സിന്ധുവിന്റെ കല്യാണം ഗോപിയുമായി നടത്താൻ രാജശേഖരൻ സമ്മതിച്ചു എന്നല്ലേ രാമു പറഞ്ഞത്? അതെ. എന്താ സംശയം? എന്നാൽ അറിഞ്ഞില്ല എന്ന് വേണ്ട. സിന്ധുവിനെ അയാൾ വേറൊരു പണക്കാരന്റെ മകനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്നു. എന്നാര് പറഞ്ഞു? അതെല്ലാം ഞങ്ങൾ അറിഞ്ഞു. പേടിക്കണ്ട, ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. സിന്ധുവിന്റെ അനുവാദത്തോടു കൂടിയാണോ ഈ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്? അല്ല രാമേട്ട, ഒരിക്കലും അല്ല. ദൈവത്തെ ഓർത്ത് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കൂ. എങ്കിൽ വരൂ. സിന്ധു, ആരാത്? ആരാ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്? ആരുമില്ല. ആരുമില്ല, അല്ലടി? ഒന്നുകളയുന്നില്ല. ഹലോ, യെസ് സ്പീക്കിംഗ്. നിങ്ങൾക്ക് ആരെയാണ് സംശയം? അത് ശരി. ഓക്കെ. ഗോപി ചേട്ടാ, ശബ്ദിച്ചു പോകരുത്. നടക്ക. എന്താണ് ചേട്ടാ ഇതിന്റെ അർത്ഥം? അർത്ഥം? എടാ, നീ സ്നേഹിക്കുന്ന പെണ്ണിനെ മറ്റൊരുത്തൻ കല്യാണം കഴിക്കാൻ പോകുന്നറിഞ്ഞിട്ടും കഥകമടച്ച് വീട്ടിലിരിക്കുന്ന നീ ഒരു മനുഷ്യനാണോടാ? ഇവിടെ അങ്ങോട്ട് സ്വീകരിക്കുക. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യം ചേട്ടൻ മറക്കുന്നു. നിന്റെ ഒരു ഉദ്യോഗം. നീ വേഗം ഇവിടെ കൊണ്ടുപോയി രജിസ്റ്റർ വിവാഹം ചെയ്യ്. ചെല്ലിച്ചെല്ല. എന്റെ വാക്ക് ഞാൻ പാലിച്ചു. ഇനി ഇവളെ സംരക്ഷിക്കേണ്ടത് നിന്റെ ചുമതലയാണ്. ചേട്ടാ, പോടാ പോടാ, പോയി പറഞ്ഞനുസരിക്കുക. ചേട്ടാ, കൊള്ളാം, നന്നായിട്ടുണ്ട്.
ചേട്ടൻ അനിയന്റെ കല്യാണം നടത്തുന്ന വിധം. ഗോപി, അനിയ, എല്ലാവരും കൂടി ചേർന്ന് തന്ത്രപരമായി എന്നെ കുരുക്കിലാക്കാൻ ശ്രമിക്കായിരുന്നല്ലേ? രാമു ഇവിടെയും കൊണ്ട് മറ്റെവിടെയും പോവില്ലെന്ന് ഞങ്ങൾക്കറിയാം. അനങ്ങിപ്പോകരുത്, ചുട്ടുകളയും എല്ലാത്തിനെയും ഞാൻ. രാമു തോക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരെണ്ണം എന്റെ കയ്യിലുമുണ്ട്. രാമുവിന്റെ മുമ്പിൽ അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അത് എടുക്കാതിരുന്നത്. രാമുവിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഗോപി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിരിക്കട്ടെ, ഇപ്പോൾ സിന്ധുവിനെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയതായി മിസ്റ്റർ രാജശേഖരൻ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ രാമേട്ടനോട് പറഞ്ഞിട്ടാണ് സാർ. ഇവനും ഇവളും തമ്മിൽ വളരെക്കാലമായി സ്നേഹത്തിലായിരുന്നു. ഗോപിക്ക് ഇവളെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് രാജശേഖര മുതലാളി എനിക്ക് വാക്ക് തന്നതാണ്. വാക്ക് മാറിയത് കൊണ്ട് ഇവളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒരു കൊള്ളക്കാരൻ എന്ന നിലയ്ക്ക് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇത് പ്രവർത്തിച്ചത്? അയ്യോ, എന്നെ കൊള്ളക്കാരെന്ന് വിളിക്കരുത് സാർ. ഞാൻ പണത്തിനോ സമ്പത്തിനോ വേണ്ടി കൊള്ളയടിക്കുന്നവനല്ല. രാജശേഖരൻ മുതലാളിയെപ്പോലുള്ള രാജ്യദ്രോഹികൾ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ സഹിക്കവയ്യാഞ്ഞിട്ട് ആരെങ്കിലും ഇവരെ എതിർക്കണമല്ലോ എന്ന് കരുതി എന്നെപ്പോലുള്ള കുറെ ചെറുപ്പക്കാർ കാട് കയറിയതാണ്. അങ്ങനെയുള്ള രാജ്യദ്രോഹികളെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഇവിടെ നിയമങ്ങളുണ്ട്. എന്നിട്ട് എവിടെ സാർ, എവിടെ? എന്റെ അമ്മയും അച്ഛനെയും കുടുംബത്തിനെയും തന്നെ നശിപ്പിച്ചപ്പോ ആ നിയമങ്ങളൊന്നും ഞാൻ കണ്ടില്ലല്ലോ സാർ. ഞാൻ സത്യമാണ് സാർ പറഞ്ഞത്, സത്യമാണ്. കുറ്റം ചെയ്തവൻ എന്നായാലും ശിക്ഷിക്കപ്പെടും. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ നിങ്ങളെപ്പോലെ എല്ലാവരും കൊള്ളയും കൊലയും തുടങ്ങിയാൽ ഈ നാട്ടിന്റെ സ്ഥിതി എന്തായിരിക്കും? ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നതെല്ലാം നിങ്ങളുടെ അനുജനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാർ, ഞാൻ എന്റെ അനുജന് ദ്രോഹം ചെയ്യുന്നുവെന്നോ? അത് മാത്രം പറയരുത് സാർ, അത് മാത്രം പറയരുത്. നിങ്ങളുടെ അനുജന് നല്ലൊരു ഉദ്യോഗം കിട്ടിക്കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ലേ? അതെ. അതിൽ അവന് പേരും പെരുമയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. എങ്കിൽ ഈ നിമിഷം നിങ്ങൾ ഇവിടെ കീഴടങ്ങണം. സാർ, നിങ്ങളെയും സംഘത്തെയും പിടിക്കാനുള്ള സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ നിയമിച്ചിരിക്കാൻ ഇവിടെ ഗോപിയെ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ യൂണിഫോം ധരിച്ചുകൊണ്ട് നടക്കുന്നതിൽ എന്ത് പ്രയോജനം? രാമുവിനെ തിരുത്തിയെടുക്കുക എന്നുള്ളതാണ് ഗോപിയുടെ ലക്ഷ്യം. അനിയന്റെ ആ ലക്ഷ്യം നിറവേറ്റണമെന്ന് രാമുവിന് ആഗ്രഹമില്ലേ? സാർ, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല സാർ. ഞാൻ എന്റെ തെറ്റുകൾ തിരുത്തുന്നു. എനിക്ക് മാപ്പ് തരണം സാർ. എന്നെ വിട്ടേക്കണം സാർ. ഗോപി, അനിയ, എന്നോട് ക്ഷമിക്കാൻ പറയൂ. ഞാൻ എവിടെയെങ്കിലും ഓടിപ്പോയിക്കൊള്ളാം സാർ. എന്നെ വിട്ടേക്കണം സാർ. എനിക്ക് മാപ്പ് തരണം സാർ. ഇതാ. രാമോ, നിനക്ക് മാപ്പ് തരാനോ ശിക്ഷിക്കാനോ ഞങ്ങൾക്ക് അധികാരമില്ല. കുറ്റവാളിയെ നിയമത്തിന് മുമ്പിൽ നിർത്തുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ കടമ. ഇൻസ്പെക്ടർ, കുറ്റവാളിയായ രാമു പോലീസിന് കീഴടങ്ങിയിരിക്കും. ഡു യുവർ ഡ്യൂട്ടി. രാജശേഖരൻ, നിങ്ങളുടെ മകളെ കൊണ്ടുപോയിക്കോളൂ. താങ്ക് യു.